ഞാനിത് ചെയ്തിട്ട് വേണോ നാട്ടുകാർ ഇത് അറിയാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോ കാര്യങ്ങൾ കാണും. അന്ന് എനിക്ക് തോന്നിയപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വീഡിയോസിന്റെ എണ്ണം കൂട്ടുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വീഡിയോസിന് ക്വാളിറ്റി ഇല്ല. യൂട്യൂബ് ഇസ് ലൈക്ക് ഐ ഡോണ്ട് കെയർ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണ്? വൈ ഡിഡ് ഐ സ്റ്റാർട്ട് കോണ്ടന്റ് ക്രിയേഷൻ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള എന്റെ തോട്ട്സ്, ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് നാള് ഇതെനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് കുറച്ച് നാള് ഞാൻ സ്റ്റക്ക് ആയിരുന്നു. ആ റീസൺസ് ആൻഡ് സ്ട്രഗിൾസ്, അത് കഴിഞ്ഞ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്റെ തോട്ട്സ്, സ്ട്രഗിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇപ്പം നിങ്ങൾക്ക് ടിപ്സും ട്രിക്സും ഒന്നും പറഞ്ഞു തരാറായിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ആം എ സ്മോൾ കോണ്ടന്റ് ക്രിയേറ്റർ, ലൈക്ക് ഐ ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. സോ എനിക്ക് ഇങ്ങനെ ടിപ്സും ട്രിക്സും ഒന്നും അറിയില്ല. ഐ എം സ്റ്റിൽ ഗോയിങ് ത്രൂ സ്ട്രഗിൾസ്. സോ അപ്പൊ അതൊക്കെ ഒന്ന് പറയാനാണ് ശരിക്കും, അതൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വൈ ഡിഡ് ഐ സ്റ്റാർട്ട് കോണ്ടന്റ് ക്രിയേഷൻ? അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ലൈക്ക് എനിക്ക് അറിയാവുന്നവരിൽ തന്നെ കുറെ ആൾക്കാർക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഓക്കെ, സോ ഐ വാസ് വൺ ഓഫ് ദം. എനിക്ക് ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം കുറെ നാൾ മുമ്പേ ഉണ്ട്, പക്ഷെ ഒന്നും നടന്നില്ല. മെയിൻ ആയിട്ടുള്ള കൺസേൺസ് എന്തായിരുന്നു? നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, എന്റെ വീഡിയോ ക്രിഞ്ചായിട്ട് ആൾക്കാർക്ക് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇപ്പം ഞാനിത് ചെയ്തിട്ട് വേണോ നാട്ടുകാർ ഇത് അറിയാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോ കാര്യങ്ങൾ കാണുമോ, ഇങ്ങനെയൊക്കെ കുറെ ചിന്തകൾ കാരണം കൊണ്ട് നമ്മൾ സ്റ്റക്കായിരുന്നു. ഈ ഒക്കെ ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഇന്നാണ് റൈറ്റ് ഡേ കേട്ടോ. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങളിപ്പം അതേക്കുറിച്ച് പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഞാനൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാൻ കുറെ നാളായിട്ട് ഇത് ആഗ്രഹിച്ച് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചു. അതായത് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോസിന് ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വീഡിയോസ് എടുത്തു വെച്ചു. എന്നിട്ടും അതൊന്നും ഞാൻ ഇട്ടുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇന്നൊരു വീഡിയോ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. കാരണം നമ്മൾ ഈ ഗോൾഡിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെയാ. ഗോൾഡിന് ഇന്ന് വില കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞ വർഷം ഈ ദിവസം വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ലാഭം ഉണ്ടായേനെന്ന്. സെയിം അതുപോലെ തന്നെയാണ് കോണ്ടന്റ് ക്രിയേഷൻ. ലൈക്ക് ഇന്നിപ്പോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാതെ കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും അന്ന് എനിക്ക് തോന്നിയപ്പോ അത് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫോളോവേഴ്സും കിട്ടിയാലോ. സോ അതുപോലെയാണ് കോണ്ടന്റ് ക്രിയേഷൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു റിഗ്രറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഇനി ഇപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ചിന്തിക്കുകയാണ് അന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നാലോചിച്ചിട്ട് എനിക്ക് റിഗ്രറ്റ് വരാൻ പറ്റില്ല. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ടും കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേഷൻ ആ ഒരു ഇതിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു മെയിൻ ഒരു കോട്ടാണ്, ലൈക്ക് സ്റ്റാർട്ട് കോണ്ടന്റ് ക്രിയേഷൻ ദെൻ യു വിൽ നോ ഹൂ യുവർ റിയൽ ഫ്രണ്ട്സ് ആർ. And you know, I never believed it fully, but until I experienced it myself. Okay, ഇത് ആക്ച്വലി സത്യമാണ്. ഒരു ലൈക്ക് നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചുറ്റിലുള്ള എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിരിക്കും. ഓക്കെ, ഒരു 90% ആൾക്കാരും നിങ്ങളെ സപ്പോർട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. ലൈക്ക് മേ ബി നിങ്ങളുടെ മുഖത്തൊക്കെ പറയില്ലായിരിക്കും. അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ലൈക്ക് എന്ത് ക്രിഞ്ച് വീഡിയോ ആണ്, ലൈക്ക് ചിന്തിക്കും എന്ത് ക്രിഞ്ച് വീഡിയോ ആണ്, ഇവർക്ക് നാണോ ഇല്ലേ ഇതുപോലെ ഇങ്ങനെ ഇത്രയും വീഡിയോസ് ഒക്കെ ഇൻഫ്ലുവൻസറിനെ പോലെ ഇടാൻ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. മേ ബി നിങ്ങളുടെ അടുത്ത് പറയില്ലായിരിക്കും, നിങ്ങളുടെ അടുത്ത് പറയുന്നവരുണ്ടാവാം. വാട്ട് എവർ ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് ഫ്രം ദം. ആ 90% അങ്ങനെ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ അവർക്ക് അറിയാത്ത പോലെ ആയിരിക്കും അവർ. ലൈക്ക് ദേ ഡോണ്ട് കെയർ, ദേ ഡോണ്ട് മൈൻഡ്. ബട്ട് ഒരു 10% ആൾക്കാർ ഇല്ലെങ്കിൽ ഒരു 5 to 6% ആൾക്കാരുണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റും. ബിക്കോസ് എന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട് ഹു റിയലി സപ്പോർട്ട്സ് മീ. അവരൊരു കാര്യം പറയുകയാണെങ്കിൽ എന്റെ എല്ലാ വീഡിയോസും കാണും, ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും. ആൻഡ് യുനോ എന്റെ മമ്മിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അയച്ചു തരും. ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ്, അല്ലെങ്കിൽ എനിക്ക് റീൽസിന് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് കൂടുതൽ വ്യൂസ് പോവാൻ എന്ത് ചെയ്യണം, ടിപ്സ് ട്രിക്സ്, അങ്ങനത്തെ കുറെ റീൽസ് ഒക്കെ അയച്ചു തരും. പിന്നെ എന്റെ ഹസ്ബൻഡ് ആള് കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നിരുന്നത് ആളായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇൻ ബിറ്റ്വീൻ എനിക്ക് ഈ അൽഗോരിതം മീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇത് ക്വിറ്റ് ചെയ്താലോ, ഇത് സ്റ്റോപ്പ് ചെയ്താലോ എന്നൊക്കെ കുറെ ചിന്തിച്ചു.
അപ്പോഴൊക്കെ ഇതൊന്നും കുഴപ്പമില്ല, യു ഗോ ഓൺ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് കിട്ടിയിരുന്നത് എന്റെ ഹസ്ബൻഡിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഐ എം സോ താങ്ക്ഫുൾ ഐ ഹാവ് സച്ച് പീപ്പിൾ അറൌണ്ട് മീ. ലൈക്ക് അത് കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും വീഡിയോസ് ഇടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം അൽഗോരിതം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സംഭവമേ അല്ല. ശരിക്കും പറഞ്ഞാൽ വെരി ഡിഫിക്കൾട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പം നമ്മൾ ഭയങ്കര ഫ്രഷറാണ്. അതായത് എനിക്ക് കോണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് ഒന്നും അറിയില്ല. ലൈക്ക് എനിക്ക് എഡിറ്റിംഗ് അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ടു മീറ്റ് ദി അൽഗോരിതം. യൂട്യൂബ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം പിന്നെയും ബെറ്റർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഐ ഡോണ്ട് നോ. ബട്ട് യൂട്യൂബ് ഭയങ്കര ഡിഫിക്കൽട്ട് ആട്ടോ. ആ ഒരു അൽഗോരിതം മീറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഡിഫിക്കൽട്ടാ. സോ ലെറ്റ്സ് സീ, നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസ് ഒക്കെ കാണുമല്ലോ. ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇന്നും ഒരു ഷോർട്ട് വീഡിയോ ഇടുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക. ചിലവരൊക്കെ പറയും 3 ഷോർട്ട് വീഡിയോ ഇടുക ഒരു ദിവസം. ലൈക്ക് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിരിക്കുക. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചറ ലൈക്ക് വീഡിയോസ് ഇട്ടിരുന്നു, ഡെയിലി ഞാൻ വീഡിയോസ് ഇട്ടിരുന്നു. ബട്ട് അറ്റ് എ പോയിന്റ് എനിക്ക് മനസ്സിലായി ഞാൻ വീഡിയോസിന്റെ എണ്ണം കൂട്ടുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വീഡിയോസിന് ക്വാളിറ്റി ഇല്ല. കാരണം ഞാനൊരു ബിഗിനർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടൈമൊക്കെ വേണം ഒരു കാര്യം മനസ്സിലാക്കി ഒരു കാര്യം ചെയ്യാനൊക്കെ. ഇതിപ്പോ ഇങ്ങനെ ചറപ്പറ വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് ക്വാണ്ടിറ്റി കൂടുമായിരിക്കും, പക്ഷെ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഒരു ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇടും, ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു 2 days ഗ്യാപ്പ് എടുത്താലും വിഷയമില്ല. അങ്ങനെ ആണ് ഇപ്പം ഞാൻ എന്റെ മെയിൻറ്റേൺ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ബെറ്റർ എന്ന്. പക്ഷെ ഈ യൂട്യൂബില് നമ്മളൊരു ന്യൂ കമർ ആയിട്ട് ചെല്ലുമ്പോൾ യൂട്യൂബ് ഇസ് ലൈക്ക് ഐ ഡോണ്ട് കെയർ. സത്യമായിട്ടും യൂട്യൂബ് നമ്മളെ മൈൻഡ് ആക്കില്ല. കാരണം നമ്മൾ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും മെയിൻ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക ലൈക്ക് 2 ദിവസത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി, ഇല്ലെങ്കിൽ ഒരു മാസത്തില് 1 lakh അടിച്ചു, ഇല്ലെങ്കിൽ ഒരു 6 മാസത്തില് 1 million അടിച്ചു. ഇങ്ങനെ യൂട്യൂബേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലാന്നല്ല, ഉണ്ട്. നമ്മുടെ മലയാളി യൂട്യൂബേഴ്സ് തന്നെ ഉണ്ട്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ബട്ട് അത് ഒരു 1% ആൾക്കാരാണ്. ബാക്കിയൊരു 99% ആൾക്കാർ ഈ ഒരു സ്ട്രഗിളിൽ കൂടെ എങ്ങനെയാണ് പോകുന്നത്. സോ അതവരുടെ ഹാർഡ് വർക്ക് ആണ്. അവരൊക്കെ എത്തുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഹാർഡ് വർക്ക് ആണ് അത്. അപ്പൊ ഈ ഒരു ലൈക്ക് 5 ദിവസത്തില് 1000 അടിച്ചു, ആ സംഭവം പ്രതീക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നല്ല ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. സത്യമായിട്ടും നല്ല ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. സോ ഞാനും അതുപോലെ തന്നെ പ്രതീക്ഷ പോയി. നമ്മള് വീഡിയോസ് ഇടുന്നു, ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. കാരണം യൂട്യൂബ് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണം. ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സാവകാശം അത് ആക്ച്വലി ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ആണ്. എന്നാലും അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ട് കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളിങ്ങനെ യൂട്യൂബിലെ വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഇടുമ്പോൾ കുറെ ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് മനസ്സിലാക്കുന്നത്. ലൈക്ക് നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എഡിറ്റിംഗ് ആയിരിക്കാം. നമ്മൾ കുറേയൊക്കെ എഡിറ്റിംഗ് പഠിക്കും. നമ്മൾ സ്വന്തമായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ കുറെ എഡിറ്റിംഗ് പഠിക്കും. അങ്ങനെ തന്നെ ഇമ്പ്രൂവ് ആയി വരും. സോ അങ്ങനെയാണ് നമുക്ക് ഒരു ഇത് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇപ്പൊ നിങ്ങൾ ഇതിലൊന്നും എത്താതെ ഇപ്പോ ഫസ്റ്റിലെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ അതിനുള്ള ഒരു പ്രചോദനമാകട്ടെ. ലൈക്ക് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. സ്റ്റാർട്ട് ചെയ്യുക, എന്തെങ്കിലും ആവട്ടെ, സാരില്ലാന്നേ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഷോർട്ട്, നിങ്ങൾ ഇപ്പൊ യൂട്യൂബില് ഷോർട്സ് കാണുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് റീൽസ് കാണുകയെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരു 3-4 എണ്ണം ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കണ്ടു. നിങ്ങളുടെ അടുത്ത് ലൈക്ക് 2 ഷോർട്സിന് മുമ്പ് നിങ്ങൾ എന്ത് ഷോർട്ട് വീഡിയോ കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെയാണ് എല്ലാവരും. സോ ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് ക്രിഞ്ച് ആവും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. ലൈക്ക് അങ്ങനെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ feel free to comment down below. So that's all. അത്രേ ഉള്ളൂ. Bye.